നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർശ്വ സംരക്ഷണ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ചെർക്കള തെക്കിൽ ദേശീയപാതയിൽ വാഹന ഗതാഗതം ഉടൻ പുനരാരംഭിക്കും. രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി മാലിന്യം തിരിച്ചെടുപ്പിച്ചു. കാസർഗോഡ് പടന്നക്കാടാണ് സംഭവം. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം. ജനാധിപത്യ സംരക്ഷണ പോരാട്ട സമിതി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്മൃതി സംഗമം ബുധനാഴ്ച. സ്വകാര്യ ബസ്സിൽ കൊടുത്തുവിട്ട 300 ലോട്ടറി ടിക്കറ്റുകൾ വിരുദൻ തട്ടിയെടുത്തു. തൃക്കരിപ്പൂർ തമ്പുരാൻ ലോട്ടറി സ്റ്റാളിലേക്ക് കൊടുത്തുവിട്ട ടിക്കറ്റുകളാണ് നഷ്ടമായത്. ഉളിയത്തടുക്കയിലെ ആബിദയ്ക്ക് വേണ്ടി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് 5 ലക്ഷം രൂപ ചിലവിട്ട് പണിത വീടിന്റെ താക്കോൽ സമർപ്പണം നടന്നു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. കാസർകോട്ടെ UDF കേന്ദ്രങ്ങളിലെങ്ങും ആഹ്ലാദ പ്രകടനം. വാർത്തകൾ വിശദമായി. ചെർക്കള തെക്കിൽ ദേശീയപാതയിൽ വാഹന ഗതാഗതം ഉടൻ പുനരാരംഭിക്കും. ന്യൂ ബേവിഞ്ചയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ഇതുവഴി ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത്. പാർശ്വ സംരക്ഷണ നിർമ്മാണ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ IAS നിർമ്മാണ കരാർ കമ്പനിക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ നാടിനെ ആശങ്കയിലാക്കി കഴിഞ്ഞ 16-ാം തീയതിയാണ് അതിരൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായത്. ന്യൂ ബേവിഞ്ച ദേശീയപാതയിൽ റോഡിലേക്ക് കുന്നിടിഞ്ഞ് വീഴുകയായിരുന്നു. സിമന്റ് പൂശി ബലപ്പെടുത്തിയ സംരക്ഷണ ഭിത്തി അടക്കമാണ് 2 സമയങ്ങളിലായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ റോഡിലേക്ക് പൂർണ്ണമായും തകർന്നു വീണത്. ഇതോടെയാണ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത്. ദിവസങ്ങളായി ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയതോടെ പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനിടെയാണ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പാർശ്വ സംരക്ഷണ നിർമ്മാണ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ നിർമ്മാണ കരാർ കമ്പനിക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടറെ ദേശീയപാത നിർമ്മാണ പ്രതിനിധികൾ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുവാൻ 4 ദിവസം കൂടി വേണമെന്ന് അറിയിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ 5 ദിവസത്തിനകം ബേവിഞ്ച വഴി ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കുവാനാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്നക്കാട് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി. വാഹനത്തിലെത്തി മാലിന്യം തള്ളുവാൻ ശ്രമിച്ചയാളെയാണ് പിടികൂടിയത്. ഇയാളെ കൊണ്ട് മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ അഴുകിയ പ്ലാസ്റ്റിക് ചാക്കുകൾ തള്ളിയ വാഹനത്തെയും വിരുദനെയുമാണ് നാട്ടുകാർ കണ്ടെത്തി തടഞ്ഞുവെച്ചത്. വഴിയരികിൽ എറിഞ്ഞ മാലിന്യങ്ങൾ കയ്യോടെ തിരിച്ചെടുത്തപ്പോൾ വാഹനം നിറയെ ചാക്കുകെട്ടുകളായി. അത്രയേറെ മാലിന്യങ്ങളാണ് ഈ വിരുദൻ കളഞ്ഞത്. അത് അടുത്തേക്ക് പോവാം, എടുത്തിട്ട് പോവാം. അപ്പൊ എത്ര ലോഡ് എടുത്തിട്ടുണ്ടാവും? പടന്നക്കാട് കുയ്യാലിൽ പഴയ ചാക്ക് കച്ചവടം നടത്തുന്ന അബ്ദുല്ലയാണ് അഴുകിയ ചാക്കുകൾ നിക്ഷേപിച്ച് കടന്നുകളഞ്ഞത്. ഇയാളുടെ വാഹനം CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഇയാൾ പിടിക്കപ്പെടുകയായിരുന്നു. പിന്നീട് 7ഓളം സ്ഥലങ്ങളിൽ നിന്നും ചാക്കുകെട്ടുകൾ തിരിച്ചെടുപ്പിച്ചു. ഹൊസ്ദുർഗ് പോലീസ് എത്തി അബ്ദുല്ലയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. സിമന്റ് ചാക്കുകൾ കഴുകി വൃത്തിയാക്കിയാൽ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേനാ സംഘം മാസം തോറും അവ എടുക്കാറുണ്ട്. പക്ഷേ കഴുകി വൃത്തിയാക്കുവാൻ തുനിയാതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കളയുവാൻ ശ്രമിച്ചതാണ് നാട്ടുകാരെ പ്രകോപിതരാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 1975 അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സമിതി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സ്മൃതി സംഗമം ബുധനാഴ്ച നടക്കും. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി സംഗമം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10:30 കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്കൃത ഭാരതി ദേശീയ ഉപാധ്യക്ഷൻ ദിനേശ കാമത്ത് മുഖ്യപ്രഭാഷണം നടത്തും. റിട്ടയേർഡ് ഗവൺമെന്റ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണ ഭട്ട് IAS അധ്യക്ഷത വഹിക്കും. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരും ക്രൂരമായ പീഡനങ്ങൾക്കിരയായവരും ജനാധിപത്യ സംരക്ഷണ പോരാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് ജില്ലയുടെ പരിപാടി നാളെ രാവിലെ 10:30 കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംസ്കൃത ഭാരതിയുടെ ദേശീയ ഉപാധ്യക്ഷനും കന്നഡയിലെ പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ശ്രീ K ദിനേശ കാമത്ത് അവர்களാണ്. കാസർഗോഡ് ജില്ലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് നിരവധി പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നാട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകരും ജീവിച്ചിരിക്കുന്ന ആളുകളും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, കോർഡിനേഷൻ കമ്മിറ്റി അംഗം V രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വകാര്യ ബസ്സിൽ കൊടുത്തുവിട്ട 300 ലോട്ടറി ടിക്കറ്റുകൾ വിരുദ്ധൻ തട്ടിയെടുത്തു. തൃക്കരിപ്പൂർ തമ്പുരാൻ ലോട്ടറി സ്റ്റാളിലേക്ക് കൊടുത്തുവിട്ട ചൊവ്വാഴ്ച നറുക്കെടുത്ത സ്ത്രീശക്തി ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. തൃക്കരിപ്പൂർ ടൗണിലെ ലോട്ടറി കടയിലേക്ക് സ്വകാര്യ ബസ്സിൽ കൊടുത്തുവിട്ട 300 ലോട്ടറി ടിക്കറ്റുകളാണ് തെറ്റിദ്ധരിപ്പിച്ച് കൈക്കലാക്കിയത്. തൃക്കരിപ്പൂർ തമ്പുരാൻ ലോട്ടറി സ്റ്റാളിലേക്ക് പയ്യന്നൂരിൽ നിന്നും കൊടുത്തുവിട്ട ടിക്കറ്റുകളാണ് നഷ്ടമായത്. SN, SO, SP, SR, SS, ST, SU, SV, SW, SX, SY, SZ തുടങ്ങി 12 സീരീസുകളിലുള്ള 72, 59, 75 മുതൽ 75, 59, 99 വരെയുള്ള സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റുകളാണ് തൃക്കരിപ്പൂർ സ്റ്റാൻഡിൽ നിന്നും പറ്റിച്ചെടുത്തത്. 25 എണ്ണം വീതമുള്ള 12 കുറ്റികളിലെ 300 ലോട്ടറി ടിക്കറ്റുകളാണ് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയത്. രാവിലെ 11:20 തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ ബസ്സിൽ പയ്യന്നൂർ സ്റ്റാൻഡിൽ നിന്നും കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തുവിട്ട ലോട്ടറി ടിക്കറ്റുകളാണ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏതോ വിരുദ്ധൻ തട്ടിയെടുത്തത്. കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ആരോ വാങ്ങിച്ചു പോയി. അങ്ങനെ 100 ടിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 61 ടിക്കറ്റ് അതേപോലെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 100 ടിക്കറ്റ് നഷ്ടപ്പെട്ടു. തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലെ തൃക്കരിപ്പൂർ സ്റ്റാൾ മാനേജർ പ്രകാശൻ കുന്നിയൂർ ചന്തേര പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉളിയത്തടുക്കയിലെ ആബിദയ്ക്ക് വേണ്ടി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് 5 ലക്ഷം രൂപ ചിലവിട്ട് പണിത വീടിന്റെ താക്കോൽ സമർപ്പണവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. വിദ്യാനഗർ ലയൺസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. വീടിന്റെ താക്കോൽ സമർപ്പണം ലയൺസ് ഗവർണർ KV രാമചന്ദ്രനും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസും നിർവഹിച്ചു. ഉളിയത്തടുക്കയിലെ ആബിദയ്ക്ക് വേണ്ടി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് 5 ലക്ഷം രൂപ ചിലവിട്ട് പണിത വീടിന്റെ താക്കോൽ സമർപ്പണവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിദ്യാനഗർ ലയൺസ് ഹാളിൽ നടന്നു. വീടിന്റെ താക്കോൽ സമർപ്പണം ലയൺസ് ഗവർണർ KV രാമചന്ദ്രനും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസും നിർവഹിച്ചു. Having problem to walk, especially walk or to stand up. So it was a good experience for me to watch them after they wear the orthopedic equipment. They were able to stand up, they were able to walk. Before they were not able to walk or stand without support. K. മഞ്ജുനാഥ് കാമത്ത് അധ്യക്ഷത വഹിച്ചു.
എ പ്രഭാകരൻ നായർ, ഡോക്ടർ എൻ മനോഹരൻ, ലിയോ വൈഗ രവീന്ദ്രൻ, ഗ്രേസി ബാബു, കെ ഗോപി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി കെ സുകുമാരൻ നായർ, GLT കോർഡിനേറ്റർ കെ വിനോദ് കുമാർ, PK പ്രകാശ് കുമാർ, PV മധുസൂദനൻ, സുകുമാരൻ പൂച്ചക്കാട്, പ്രൊഫസർ വി ഗോപിനാഥൻ, അജിത് കുമാർ ആസാദ്, TK വിജയകുമാർ, കെ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. പുതിയ ഭാരവാഹികളായി എ പ്രഭാകരൻ നായരെ പ്രസിഡന്റായും, TK വിജയകുമാർ, പ്രൊഫസർ കെ ശ്രീമതി ഗോപിനാഥ്, വിനോദ് പാലോത്ത് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, കെ വിനോദ് കുമാറിനെ സെക്രട്ടറിയായും, വിലാസിനി പ്രകാശിനെ ജോയിന്റ് സെക്രട്ടറിയായും, M ചന്ദ്രഭാനുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ITIയിൽ കൂടുതൽ ട്രേഡുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി OR കേളു. ചെറുവത്തൂർ ITI അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ഒരു ട്രേഡ് മാത്രമാണ് ചെറുവത്തൂർ ITIയിൽ ഉള്ളതെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി ITIയിൽ കൂടുതൽ ട്രേഡുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. വരും കാലങ്ങളിൽ നൈപുണ്യ വികസനം പ്രധാനമാണ്. അതിനാലാണ് വിജ്ഞാന കേരളം പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. അതിൻ്റെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ചെറുതും വലുതുമായ നിരവധി കോഴ്സുകൾ MTIകൾ മുഖാന്തരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇങ്ങനെയുള്ള ITകളിലെല്ലാം ഈ തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. എല്ലാ ITകളിലും നമുക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മളെല്ലാ പെൺകുട്ടികളെയും എല്ലാ ആൺകുട്ടികളെയും ഇത് പഠിപ്പിക്കണം. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പട്ടികജാതി വികസന വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KK ഷാജു സ്വാഗതവും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് P മിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കുവാൻ കേരള സർക്കാർ ഒപ്പം നിൽക്കുകയാണെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പയ്യറാട്ട് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ 800 ചെറുപ്പക്കാർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകി പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണെന്നും PSC മുഖാന്തരം SC/ST സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് ആകർഷിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ജനകീയാസൂത്രണ സംവിധാനത്തിനു ശേഷം നവകേരള മിഷനുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വം കൊടുത്തു. അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടാകാൻ അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ അവരെ കണ്ടുപിടിച്ച് അതിദരിദ്രം എന്ന് പറയുമ്പോൾ ആരാ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, അല്ലെങ്കിൽ പരസഹായമില്ലാത്ത, ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപൂർവം കുറെ വ്യക്തിത്വങ്ങൾ കാണും. അപ്പോൾ അതിദരിദ്ര ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ MK ശ്രുതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്വാഗതവും പട്ടികജാതി പ്രൊമോട്ടർ M സൗമിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയം നേടിയതിൽ കാസർഗോട്ടെ UDF കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം. UDF മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയം നേടിയതിൽ കാസർഗോട്ടെ UDF കേന്ദ്രങ്ങളിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. UDF മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൗക്കിയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു.
പ്രകടനത്തിൽ UDF നേതാക്കളായ KB കുഞ്ഞാമുഹാജി, KA അബ്ദുല്ലക്കുഞ്ഞി, അൻവർ ചേരങ്കൈ, ഹനീഫ് ചേരങ്കൈ, സിദ്ദിഖ് ബേക്കൽ, വേലായുധൻ, നാരായണൻ നായർ, നൂറുദ്ദീൻ കോട്ടക്കുന്ന്, കരീം ചൌക്കി, അഹമ്മദ് മില്ല, ബഷീർ ഗ്യാസ്, മുജീബ് കമ്പാർ, മൂസ ബാസിത്ത്, ഷുക്കൂർ മുക്രി, ഇല്യാസ് തങ്ങൾ, മെഹമ്മൂദ് കുളങ്ങര, ജാഫർ, ഷംസുദ്ദീൻ മാസ്കോ, ബിജു കുമാർ, ഹബീബ് ഏരിയാൽ, കുഞ്ഞിക്കണ്ണൻ KK പുറം, KB അബ്ദുള്ള, മെഹമ്മൂദ്, ജാഫർ അക്കര തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സോമശേഖർ ഉദ്ഘാടനം ചെയ്തു. മംഗൽപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം മംഗൽപാടി ബന്ദിയോട് അംബേദ്കർ ഭവനിൽ ചേർന്നു. കോൺഗ്രസിൽ ചേർന്ന നാഗരാജ ഹേരൂറിന് DCC ജനറൽ സെക്രട്ടറി സോമശേഖർ ഷേണി അംഗത്വം നൽകി. യൂത്ത് കോൺഗ്രസ് മംഗൽപാടി മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ മുഹമ്മദ് മലന്തൂറിനും സ്വീകരണം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി ಸೋಮಶೇಖರ್ ಉದ್ಘಾಟನೆ ചെയ്തു. ಮಂಗಲ್ಪಾಡಿ ಜಿಲ್ಲೆಯ ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ ವಿವಿಧ ಕಡೆ CPM ಹಾಗೂ BJPಯಿಂದ ಹಲವಾರು ಕಾರ್ಯಕರ್ತರು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಸೇರ್ತಾ ಇದ್ದಾರೆ. ಮಂಗಲ್ಪಾಡಿಗೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಕೂಡ ಇವತ್ತು ಈ ದಿವಸ ಒಂದು ಸಂತೋಷದ ದಿನ ಆಗಿದೆ. ಹೊಸ ಎಂಟ್ರಿಗೆ ಈಗ ಗೊತ್ತಿರಲಿಕ್ಕಿಲ್ಲ ಅಂತ ಕಾಣ್ತಾ ಇದೆ ನನಗೆ. ಸಂಘ ಪರಿವಾರದ ಅವರ ನಾಯಕನಾದಂಥ ಶ್ರೀ ನಾಗರಾಜ್ ಅವರು ಸಂಘ ಪರಿವಾರ BJP ಬಿಟ್ಟು ಇವತ್ತು ನಮ್ಮ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷವನ್ನು ಸೇರಲಿಕ್ಕಿದ್ದಾರೆ. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാബു ബന്ദിയോട് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം UDF കൺവീനർ മഞ്ജുനാഥ ആൾവ, കോൺഗ്രസ് മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് DMK മുഹമ്മദ്, മുൻ കുമ്പള ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മണ പ്രഭു, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഷെറിയ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുട്ടം, സെക്രട്ടറി ജാബിദ് മുട്ടം, ഗീതാ ബന്ദിയോട്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് താഹിറ, മണ്ഡലം പ്രസിഡന്റ് ശിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ വിജയത്തിൽ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രസമുള്ള വായനയുമായി GHSS പാക്കം സ്കൂളിൽ അഹമ്മദ് ഷെരീഫ് കുരിക്കൾ. വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി GHSS പാക്കം സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രസമുള്ള വായനാ പരിപാടി ശ്രദ്ധേയമായി. രസമുള്ള വായന എന്ന പരിപാടിയിലൂടെ റാങ്വാൽ റാങ് അഥവാ ജീൻവാൽ ജീൻ പോലെയുള്ള കൃതികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ തൊടുന്നതെന്നും വായന എങ്ങനെയാണ് ആനന്ദദായകമാകുന്നതെന്നും റിട്ടയർഡ് AEOയും പാഠപുസ്തക സമിതി അംഗവുമായിരുന്ന അഹമ്മദ് ഷെരീഫ് കുരിക്കൾ കുട്ടികളോട് സംവദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സനിൽകുമാർ TV അധ്യക്ഷത വഹിച്ചു. NSS വളണ്ടിയർ കൺവീനർ ദേവനന്ദ സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് പ്രിയേഷ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ലെക്സി അബ്രഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വളണ്ടിയർ സ്നേഹിത നന്ദി പറഞ്ഞു. വായനപക്ഷാചരണത്തിൻ്റെ ഭാഗമായി ഉപന്യാസ രചനാ മത്സരം, പുസ്തകാസ്വാദനം, സാഹിത്യ ക്വിസ്, പോസ്റ്റർ ഡിസൈൻ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ തന്നെ പ്രമുഖ IVF സ്ഥാപനങ്ങളിലൊന്നായ കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിന് ദേശീയതല ബഹുമതി. മോസ്റ്റ് ഇന്നോവേറ്റീവ് ART സെന്റർ റീജിയണൽ എന്ന ബഹുമതിക്കാണ് ഡ്രീം ഫ്ലവർ IVF സെന്റർ അർഹമായത്. IVF ചികിത്സയിൽ ഏറ്റവും നൂതനവും അത്യാധുനികവുമായ സാങ്കേതിക മികവ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രീം ഫ്ലവർ IVF സെന്റർ ദേശീയതല ബഹുമതി കരസ്ഥമാക്കിയതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയതലത്തിൽ നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മോസ്റ്റ് ഇന്നോവേറ്റീവ് ART സെന്റർ റീജിയണൽ എന്ന ബഹുമതിക്കാണ് കാസർഗോട്ടെ സ്ഥാപനമായ ഡ്രീം ഫ്ലവർ IVF സെന്റർ അർഹമായത്. ഇന്ത്യൻ ഫെർട്ടിലിറ്റി സൊസൈറ്റിയും വോയിസ് ഓഫ് ഹെൽത്ത് കെയറും സംയുക്തമായി മുംബൈയിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ അവാർഡ് ദാന ചടങ്ങിൽ മഹാരാഷ്ട്ര വിമൻസ് ആൻഡ് ചൈൽഡ് വെൽഫെയർ മന്ത്രി അതിഥി വാർദ സുനിൽ താക്കറയിൽ നിന്നും ഡ്രീം ഫ്ലവർ IVF സെന്ററിനു വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായ ഡോക്ടർ KP സൂരജ്, ഡോക്ടർ ജയലക്ഷ്മി സൂരജ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങിയതായും അധികൃതർ അറിയിച്ചു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് ഏറ്റവും നൂതനവും സങ്കീർണതയുമായ സാങ്കേതികത പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിനെ അടിസ്ഥാനമാക്കി നൽകുന്ന ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ART സെൻറ്റർ റീജിയണൽ എന്ന ബഹുമതി നമ്മുടെ സ്ഥാപനമായ ഡ്രീം ഫ്ലവർ IVF സെൻറ്ററിന് ലഭിച്ചു. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട വനിതാ ശിശുക്ഷേമ മന്ത്രി ശ്രീമതി അതിഥി സുനിൽ താക്കറെ അവാർഡ് ദാനം നിർവഹിച്ചു. ഡ്രീം ഫ്ലവർ IVF സെൻറ്ററിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായ
ഡോക്ടർ KP സൂരജ്, ഡോക്ടർ ജയലക്ഷ്മി സൂരജ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഫെർട്ടിലിറ്റി കെയർ മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഫെർട്ടിലിറ്റി സൊസൈറ്റിയും വോയിസ് ഓഫ് ഹെൽത്ത് കെയറും സംയുക്തമായാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചത്. ഡ്രീം ഫ്ലവർ IVF സെൻറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുരേന്ദ്ര KT, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഫ്സൽ ബഷീർ, ജനാർദ്ദൻ ഹോസ്പിറ്റൽ HR മാനേജർ സുധീർ നമ്പ്യാർ CC എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ലയൺസ് ക്ലബിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ലയൺസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ PS സൂരജ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 2025-2026 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൃക്കരിപ്പൂർ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾ നടക്കാവിലുള്ള മിഥിലജ് മിനി ഹാളിൽ നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റത്. ലയൺസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ PS സൂരജ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മിഷൻ 1.5 എന്ന് പറഞ്ഞാൽ വരുന്ന 2 വർഷം 2027 ജൂൺ 30 നമ്മുടെ പ്രസ്ഥാനത്തിൽ 15 ലക്ഷം മെമ്പേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിൽ 13,84,000 മെമ്പേഴ്സാണ് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KN ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി PV സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P ഗംഗാധരൻ, പ്രശാന്ത് നായനാർ, PV സുരേഷ് കുമാർ, KPA സിദ്ദിഖ് ഹാജി, R പ്രദീപ് കുമാർ, BV ബാബുരാജ്, PC സുരേന്ദ്രൻ നായർ, TCV ദിനേശ് കുമാർ, M രാധാകൃഷ്ണൻ, VV ചന്ദ്രൻ, ആശിഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അഡ്വക്കേറ്റ് EM സോജു, സെക്രട്ടറിയായി ആശിഷ് നാരായണൻ, ട്രഷററായി PP സജേഷ് എന്നിവർ ചുമതലയേറ്റു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ലയൺസ് വൈസ് ഗവർണർ PS സൂരജ് ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർശ്വ സംരക്ഷണ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കുവാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ചെർക്കള തെക്കിൽ ദേശീയപാതയിൽ വാഹന ഗതാഗതം ഉടൻ പുനരാരംഭിക്കും. രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി മാലിന്യം തിരിച്ചെടുപ്പിച്ചു. കാസർഗോഡ് പടന്നക്കാടാണ് സംഭവം. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം. ജനാധിപത്യ സംരക്ഷണ പോരാട്ട സമിതി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്മൃതി സംഗമം ബുധനാഴ്ച. സ്വകാര്യ ബസ്സിൽ കൊടുത്തുവിട്ട 300 ലോട്ടറി ടിക്കറ്റുകൾ ബിരുദൻ തട്ടിയെടുത്തു. തൃക്കരിപ്പൂർ തമ്പുരാൻ ലോട്ടറി സ്റ്റാളിലേക്ക് കൊടുത്തുവിട്ട ടിക്കറ്റുകളാണ് നഷ്ടമായത്. ഉളിയത്തടുക്കയിലെ ആബിദയ്ക്ക് വേണ്ടി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് 5 ലക്ഷം രൂപ ചിലവിട്ട് പണിത വീടിന്റെ താക്കോൽ സമർപ്പണം നടന്നു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. കാസർകോട്ടെ UDF കേന്ദ്രങ്ങളിലെങ്ങും ആഹ്ലാദ പ്രകടനം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.